ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സംഘടനകളിലുള്ള ദുരുപദേശങ്ങളെ പറ്റിയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ലോകവ്യാപകമായി ഏറ്റവും വേദനാജനകമായ നിലയിൽ തിരുവചനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ത്രിയേക ദൈവം എന്നുള്ളത്. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എന്ന് നാം പഠിച്ചു വരികയാണ്. അതിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി ചില ചിന്തകൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായല്ലോ. തുടർന്ന് നമുക്ക് ഇന്ന് പ്രധാനമായും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള 3 വിശേഷണങ്ങൾ തിരുവചനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം, യേശുക്രിസ്തുവിന് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന വിഷയമാണ്. രണ്ടാമത്തേത്, യേശുക്രിസ്തുവിനെ ദാസൻ എന്ന തിരുവചനം പല സ്ഥലങ്ങളിലായി വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാന ഭാഗമാണ്. മറ്റൊരു ഭാഗം, യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നുള്ള തിരുവചന ഭാഗമാണ്. ഈ 3 തിരുവചന ഭാഗങ്ങളെ അധികരിച്ച് നമുക്ക് തിരുവചന വെളിച്ചത്തിൽ ചില ചിന്തകൾ ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ദൈവം സർവവും സ്വയമായി തന്നെ അറിയുന്നു. പക്ഷേ യേശു ക്രിസ്തുവിന് പലതും മറവായിരുന്നെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. 35-ാം വാക്യം, 24-35. അതിനകത്ത് പറയുന്നത്, നാളും നാഴികയും ആർക്കും അറിയില്ല എന്നാണ്, അല്ലേ? നമുക്കറിയാവുന്ന ആ ഭാഗം ദൈവത്തിന് ഓർമ്മയുള്ള ഭാഗമാണ്. അതായത് കർത്താവിൻ്റെ വരവ് എപ്പോൾ എന്നുള്ള വിഷയത്തോടുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഭാഗമാണ് 24-ന്റെ 35-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇവിടെ യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരു വലിയ രഹസ്യം കർത്താവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിന്റെ അർത്ഥം പിതാവായ ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു വിഷയമാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? ഇത് നമ്മൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ അവിടെയും ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സക്കറിയായ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല. ഉണ്ടോ? അവിടെയും അത് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് അസന്നിഗ്ധമായി ഓർപ്പിക്കുന്നു. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം. അതായത് അത് കർത്താവായ യേശുക്രിസ്തുവിനെ പോലും എന്ന് വരും എന്നുള്ള വിഷയം അറിയില്ല, പിതാവായ ദൈവത്തിന് മാത്രം അറിയുന്നൊരു വിഷയമാണെന്ന് ഇവിടെ കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിലെ ഗൗരവം നമുക്ക് ആ നിലയിലേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നമ്മൾ വായിച്ചാൽ അവിടെയും ഇതിന് യേശുക്രിസ്തുവിന് അറിയാത്തൊരു കാര്യമുള്ളതായിട്ട് കാണാം. അവൻ അവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഇടത്തും വലത്തും ആരിയിരിക്കണം എന്നുള്ളത് പിതാവായ ദൈവമാണ് തീരുമാനിക്കുന്നത്. കർത്താവിനെ കാര്യത്തിൽ ഒരു റോളുമില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പം അത് ശ്രദ്ധിക്കും.
പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള, അത് യേശുക്രിസ്തുവിന് അറിഞ്ഞുകൂടാത്ത ഒരു വിഷയമാണ്. പിന്നെ നമ്മുടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വളരെ സ്പഷ്ടമാണല്ലോ. പിതാവായ ദൈവം യേശുക്രിസ്തുവിന് ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഒരു ദൂതൻ വഴി തൻ്റെ ശിഷ്യനായ യോഹന്നാനെ പ്രദർശിപ്പിച്ച് കാണിക്കുന്ന ഭാഗമാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ദിവസം. അവിടെയും യേശുക്രിസ്തുവിന് അറിയാത്ത കാര്യങ്ങൾ പിതാവായ ദൈവം വെളിപ്പാടിലൂടെ കാണിച്ചു കൊടുക്കുന്നു എന്നത് സ്പഷ്ടവും വ്യക്തവുമാണല്ലോ. ഈ ഭാഗങ്ങളൊക്കെയും ദൈവജനം ഗൗരവമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ തൽക്കാലം വിടുകയാണ്. തുടർന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 19-20 വാക്യങ്ങളിലേക്ക് വരാം. അവിടെ ഇങ്ങനെ പറയുന്നു: ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കും. ഇവിടെ എത്ര കൃത്യമായിട്ടാണ് യേശുക്രിസ്തു തന്നെ നേരിട്ട് പറയുന്ന വാക്യങ്ങളാണ്. പിതാവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നത് പോലെ തന്നെയാണ് യേശുക്രിസ്തു പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് വരൂ. അവിടെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 26-ാം വാക്യം: നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്. എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാണ്. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ശ്രദ്ധിക്കൂ, അവനോട് കേട്ടത് തന്നെ. അടുത്തത് 27-ാം വാക്യം: പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ആയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിച്ചിരിക്കുന്നു എന്നും അറിയും. കണ്ടോ, എന്ത് മനോഹരമായിട്ട് ആ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അങ്ങനെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് വളരെ സ്പഷ്ടമാണ്. പിതാവായ ദൈവം തന്നെ എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അതുപോലെയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയല്ലേ. അതിലെ 38-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു. പദശ്രദ്ധിക്കും, പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ ആ ഭാഗം നമുക്കറിയാമല്ലോ. അതിന്റെ 40-ാം വാക്യം കൂടി വായിക്കാം. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. അതിന്റെ 42-ാം വാക്യം നോക്കി. അവിടെ യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകും. ഈ തിരുവചന ഭാഗങ്ങളൊക്കെ ഇത്ര കൃത്യമായി സ്പഷ്ടമായി കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിഷയങ്ങളല്ലേ ദൈവമക്കളെ. ഇപ്പൊ ഇവിടെ ഈ തിരുവചന ഭാഗങ്ങളിൽ നിന്നെല്ലാം വളരെ സ്പഷ്ടമായ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. യേശുക്രിസ്തുവിനെ അറിയാത്ത പലതുമുണ്ട്. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കിട്ടാത്ത പലതുമുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പിതാവായ ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തത്. യേശുക്രിസ്തു എന്ന് മടങ്ങി വരും എന്നുള്ളതിനെ പറ്റി പിതാവിന് മാത്രമേ അറിയൂ. പുത്രന് പോലും അതിനെപ്പറ്റി അറിവില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മളോട് സംസാരിച്ചതും നമ്മൾ കാണിച്ചു തന്ന എല്ലാ കാര്യവും പിതാവ് തന്നോട് സംസാരിച്ചതും കാണിച്ചു കൊടുത്തതുമായ രീതിയിൽ മാത്രമാണെന്ന്
യേശു ക്രിസ്തു തന്നെ അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: യേശുക്രിസ്തു പൂർണ്ണ ദൈവമല്ലെന്നും, പൂർണ്ണ ദൈവമാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. പക്ഷെ ഈ പല കാര്യങ്ങളും യേശുക്രിസ്തുവിനെ അറിയില്ല എന്ന് യേശുക്രിസ്തു സ്വന്തം നാവുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അതിന്റെ തനിമയിൽ ഏറ്റെടുത്ത് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കർത്താവാണ്, രക്ഷിതാവാണ്, ഗുരുവാണ്, നാഥനാണ്, നായകനാണ്, നമുക്ക് വേണ്ടി മറുവില കൊടുത്ത എന്നേക്കുമുള്ള ഏകബലി അർപ്പിച്ചവനാണ്. അതൊക്കെ സത്യമാണ്. എന്നാൽ ദൈവമല്ല എന്ന് അസന്നിഗ്ധമായി തെളിയുന്ന തിരുവചന ഭാഗമാണല്ലോ നാം ശ്രദ്ധിച്ചു വന്നത്. അടുത്തതായി നമ്മുടെ ചിന്ത യേശുക്രിസ്തുവിനെ തിരുവചനത്തിൽ ദാസൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ്. അതിലെ പ്രധാനമായും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി തന്നെയാണെന്ന് സ്പഷ്ടമാണല്ലോ. അതിനെ തെളിയിക്കുന്ന തിരുവചനം പുതിയ നിയമത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ പരാമർശിക്കപ്പെട്ട ഭാഗങ്ങളുടെ കൊട്ടേഷൻ നടത്തിയിരിക്കുന്നതിൽ നിന്നും ഇത് യേശുക്രിസ്തുവിനെ പറ്റി തന്നെയാണ് എന്ന് അസന്നിഗ്ധമായി തെളിയുന്നുണ്ടല്ലോ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 42-ന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ: ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പൊയ്യുന്ന തിരികെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുമ്പോൾ തളരുകയില്ല, ധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കും. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം പ്രകാരം അരുളി ചെയ്യുന്നു: കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പ് നിങ്ങളെ കേൾപ്പിക്കും. ഇത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അതിന് 7 വരെയുള്ള വാക്യങ്ങൾ കൃത്യമായിട്ടും യേശുക്രിസ്തുവിനെ പറ്റി തന്നെയുള്ള തിരുവചന ഭാഗമാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്നുണ്ട്. വീണ്ടും യെശയ്യാ പ്രവാചന പുസ്തകം തന്നെ അതിന്റെ 49-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതൊന്നുകൂടി ക്ലിയറാണ്. അവിടെയും ഈ പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചന പുസ്തകം 49-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം: നീ യാക്കോബിലെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവർ തിരിച്ചു വരേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. കണ്ടോ എന്ത് കൃത്യമായിട്ട് എന്ന് അവൻ അരുളി ചെയ്യും. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ, സർവ്വനിന്ദിതനും ജാതികൾക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. ഈ വാക്യങ്ങളും യേശുക്രിസ്തുവിനെ പറ്റി തന്നെയാണ് എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാവുന്ന വാക്യങ്ങളാണല്ലോ. വളരെ കൃത്യമായിട്ടത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ദയവായി ദൈവജനം വായിച്ച് ധ്യാനിക്കൂ. അവിടെ ഈ വാക്യങ്ങളിൽ പത്രോസ് ആത്മനിറവിൽ പഴയ നിയമ തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവം യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി വച്ചു എന്ന് തെളിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അപ്പോസ്തലപ്രവൃത്തിയുടെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ദൈവം തന്റെ ദാസനായ യേശുവിനെ, ആ പദവും ശ്രദ്ധിക്കൂ, യേശു ക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം നടന്ന് യേശു സർവ്വ അത്ഭുതങ്ങളും കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ പത്രോസ് അപ്പസ്തോലനാണ് ഈ വാക്യം പറയുന്നത് എന്നത് ശ്രദ്ധിക്കൂ. അവിടെ പത്രോസ് അപ്പസ്തോലൻ പറയുകയാണ്, ദൈവം തന്റെ ദാസനായ യേശുവിനെ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പത്രോസിന് അബദ്ധം പറ്റുമോ? കൂടെ നടന്ന പത്രോസിന് യേശു ആരാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ? എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ദൈവം തന്റെ ദാസനായ യേശുവിനെ എന്ന്. അപ്പോസ്തലപ്രവൃത്തി 3:13 പറഞ്ഞിരിക്കുമ്പോൾ അത് ഗൗരവമായി ഒന്ന് കാണേണ്ടതല്ലയോ ദൈവമക്കളെ? ആ ഭാഗം ചിന്തിക്കൂ, പഠിക്കൂ. പത്രോസിനേക്കാൾ കേമന്മാരും ബുദ്ധിമാന്മാരുമായ വലിയ പണ്ഡിതന്മാരെ നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് അവരുടെ പാണ്ഡിത്യത്തിന്റെ മുൻപിൽ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. പത്രോസിനേക്കാൾ പാണ്ഡിത്യം ഉള്ളത് കൊണ്ടാണല്ലോ പത്രോസ് പറയുന്നതിന് വിരുദ്ധമായിട്ട് ഇവർ പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകമായ ദൈവം വെളിപ്പാട് നേരിട്ട് കൊടുത്തു കാണുമോ എന്നെനിക്കറിയില്ല. അവരെ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ ഞാൻ ആളുമല്ല. ഏതായാലും ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പത്രോസ് ആത്മനിറവിൽ തിരുവചനത്തിൽ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഞാൻ യേശുക്രിസ്തു ദാസനായിരുന്നു എന്ന തിരുവചന ഭാഗത്തെ അതിന്റെ അർത്ഥത്തിൽ ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ദാസൻ എന്ന് പറഞ്ഞാൽ സ്ഥിരം ദാസൻ എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദാസനാണ്. നമുക്ക് ദാസനൊന്നുമല്ല, നമുക്ക് നമ്മുടെ കർത്താവാണ്, രക്ഷിതാവാണ്, ഗുരുവാണ്, നാഥനാണ്, നായകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. കർത്താവ് നമ്മുടെ എല്ലാമാണ്, ഒരു സംശയവുമില്ല കാര്യം. അപ്പോൾ തുടർന്നുള്ള അധ്യായത്തിലും ഈ വെളിപ്പാട് പുസ്തകം തുടർന്നുള്ള അധ്യായത്തിലെ തന്നെ ഈ അധ്യായത്തിലെ തന്നെ 26 വരെയുള്ള വാക്യങ്ങളിലും യേശുവിനെ പ്രവാചകനെന്നും ദാസനെന്നും ഉറപ്പിച്ച് പറയുന്നതായിട്ട് കാണാം. വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ 27 മുതൽ 30 വരെയുള്ള 27-30 വാക്യങ്ങളിൽ യേശുവിനെ പരിശുദ്ധ ദാസനെന്ന് ആവർത്തിച്ച് പറയുന്നത് ദൈവവും യേശുവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. അതൊക്കെ നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന കാര്യമാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത്ര അബദ്ധങ്ങൾക്ക് മനുഷ്യന് പറ്റുന്നത്. തിരുവചനത്തെക്കാൾ വെളിപ്പാട് പ്രാപിച്ച വലിയ വെളിപ്പാടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ട് അവരുടെ മുൻപിൽ എന്ത് പറയാൻ, എന്ത് വിശദീകരിക്കാൻ? ചുരുക്കത്തിൽ യേശുക്രിസ്തു പൂർണ്ണ ദൈവമല്ലെന്നും യഹോവയായ ദൈവം തന്നെ ഏക ദൈവമെന്നും തിരുവചന വെളിച്ചത്തിൽ സ്പഷ്ടമാണ്. പത്രോസോ മറ്റേതെങ്കിലും അപ്പസ്തോലനോ ദൈവത്തോടല്ലാതെ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവജനം ആ ഭാഗം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇത്രയും തിരുവചന ഭാഗങ്ങളിലൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിലുള്ള വിലയിരുത്തൽ സ്വീകാര്യവും പ്രസക്തവുമായിട്ട് എനിക്ക് തോന്നുന്നു. അടുത്തതായി യേശുക്രിസ്തുവിനെ പറ്റി തിരുവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വിഷയമാണ് വലത്തുഭാഗത്തിരിക്കുന്നവൻ. പഴയ നിയമത്തിൽ നമുക്കറിയാവുന്നതുപോലെ 110-ാം സങ്കീർത്തനത്തിൽ യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന വാക്യം എല്ലാവർക്കും പരിചയമുള്ള വളരെ സുപരിചിതമായ ഒരു വാക്യമാണല്ലോ. അതേ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 41 മുതൽ 42 വരെ ഉള്ള വാക്യങ്ങളിൽ കോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലും ഈ വാക്യം കോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പം അത് യേശുക്രിസ്തുവിനെ പറ്റി തന്നെയാണ് എന്ന് ഈ 2 പുതിയ നിയമ കൊട്ടേഷനുകളിലൂടെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് ഇത് അസന്നിഗ്ധമായി നമ്മെ തെളിയിക്കുന്ന തിരുവചന ഭാഗങ്ങളാണല്ലോ. തുടർന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 64-ാം വാക്യം വായിക്കാം. അതിലിങ്ങനെ പറയുന്നു, യേശു അവരോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു. ഇവിടെ യേശുക്രിസ്തു തന്നെ പറ്റി തന്നെ പറയുകയാണ്, താൻ വലത്തുഭാഗത്തേക്ക് ഇരിക്കുന്നതായിട്ടുള്ള ചരിത്രം.
വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ വാക്യം ഇതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 62 വാക്യത്തിലും കർത്താവ് പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഉണ്ടോ? ഇവിടെയും തിരുവചന അസന്നിഗ്ധമായിട്ട് രേഖപ്പെടുത്തുന്നു. യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട് അവിടെ താൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നുള്ള വിഷയം. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിന്റെ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചില്ല, പക്ഷെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 110 സങ്കീർത്തനത്തിന്റെ ആ വാക്യങ്ങള് ലൂക്കോസിന്റെ സുവിശേഷം 20-41-42 വാക്യങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിന്റെ ഈ 2 അധ്യായത്തിൽ തന്നെ 33 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു. ഇവിടെയും അപ്പോസ്തലൻ കൃത്യമായിട്ട് യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് പോയി എന്ന ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ധാരാളം തിരുവചന ഭാഗത്ത് ധാരാളം രേഖകൾ യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യേശുവിന്റെ മനുഷ്യാവതാരത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യഹോവയായ ദൈവം മോശയെ പോലെ പ്രവാചകനെ അയക്കുമെന്ന് അരുളി ചെയ്തു, അല്ലേ? നമുക്കറിയാമല്ലോ. അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് തന്നെ പറ്റി ആയിരുന്നു എന്ന് യേശു കർത്താവ് വിശദീകരിക്കുന്നു. എന്നതുപോലെ തന്നെയാണ് ഈ 110 സങ്കീർത്തനത്തിലെ 1 വാക്യത്തിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആത്മനിറവിൽ ദൈവദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് തിരുവചനം പല നിലവാരത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തും. ഇങ്ങനെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള 3 കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാനിടയായി. ഒന്നാമതായി, യേശുക്രിസ്തുവിനെ മനസ്സിലാകാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത പല രഹസ്യങ്ങളും പിതാവായ ദൈവത്തിന്റെ മനസ്സിലുണ്ട് എന്നൊരു കാര്യം ചിന്തിച്ചു. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ദാസൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഈവൻ പത്രോസ് പോലും യേശുക്രിസ്തുവിനെ ദൈവമേ നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിനെ എന്ന് പറയത്തക്കവണ്ണം ഉള്ള വാക്യങ്ങൾ തുടങ്ങി യേശുക്രിസ്തു ദൈവത്തിന്റെ ദാസനാണ് എന്ന ചില വാക്യങ്ങളിലൂടെ നാം ശ്രദ്ധിക്കുകയുണ്ടായി. തുടർന്ന് യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് തന്റെ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നും നമുക്ക് ശ്രദ്ധിപ്പാനിടയായി. ഇതിൽ നിന്നൊക്കെയും സ്പഷ്ടമായി വരുന്നൊരു കാര്യമാണ്, യേശുക്രിസ്തു പൂർണ്ണ ദൈവമല്ല, ദൈവപുത്രനാണ്. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് പ്രായശ്ചിത്തബലിയായി തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി നമ്മെ സ്നേഹിച്ച സ്നേഹം സത്യമാണ്. പക്ഷെ താൻ ദൈവമല്ല എന്ന് തിരുവചനത്തിലൂടെ അസന്നിഗ്ധമായി സംശയരഹിതമായി തെളിയിച്ചിരിക്കുക. ഈ ഭാഗം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത പാർട്ടിൽ ബന്ധപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേൻ.